ഇമേജ് മൊബൈൽ കിസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് കമ്പിലുള്ള അക്ഷര കോളേജിൽ വെച്ചിട്ടാണ്. ഇവിടെയുള്ള വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഇമേജ് മൊബൈൽ കിസ് പവേർഡ് ബൈ യൂണിഫോമീസ് ആൻഡ് ബാഗ്. അപ്പോൾ യാത്ര ആരംഭിക്കുകയാണ്. പിള്ളേരൊക്കെ നല്ല റെഡിയായിട്ട് നിൽക്കുകയാണ്. മത്സരാർത്ഥികളൊക്കെ റെഡിയാണ്. ചോദ്യങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടി, ഉത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടി, സമ്മാനങ്ങളൊക്കെ നേടുവാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇമേജ് മൊബൈൽ കിസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇമേജ് മൊബൈൽ കിസിന്റെ ഇന്നത്തെ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അക്ഷര കോളേജ് കമ്പിലാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അക്ഷര കോളേജിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇമേജ് മൊബൈൽ കിസിന്റെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീമുകൾ ഇവിടെ റെഡിയാണ്. ചെറിയൊരു പേടിയോടുകൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. GK എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഭയങ്കര പേടിയൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, എന്തായാലും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. പേരെന്താണ്? ജംഷീറ. എവിടെ സ്ഥലം? എവിടെയാണ്? കുറ്റ്യാട്ടൂരാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമല്ലേ കുറ്റ്യാട്ടൂർ, മാമ്പഴം എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇവിടെ എന്താണ് പഠനം? എന്താണ്? BA ഹിസ്റ്ററി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ എനിക്ക് 2 മക്കള്. അസ്സലാമു അലൈക്കും. പേരെന്താണ്? ഫിദ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? മയിലാണ്. ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്? നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ല മുന്നേ പഠിച്ചവരൊക്കെ ഇപ്പൊ കൂടെ പഠിക്കുന്നുണ്ടോ? ഇല്ല. മുന്നേ എവിടെയായിരുന്നു പഠിച്ചത്? എവിടെയായിരുന്നു? ഞാൻ കമ്പിലായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു പഠിച്ചത് അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയാ? വീട്ടില് ഉപ്പ, ഉമ്മ, അനിയൻ, ഉപ്പാപ്പ, ഉമ്മ, അങ്ങനെ വലിയൊരു കൂട്ടുകുടുംബമാണ്. അടിപൊളിയാണ്. പേരെന്താണ്? ദിൽന. എവിടെയാണ് ദിൽന സ്ഥലം? മലപ്പട്ടത്താണ്. മലപ്പട്ടത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നല്ലതാണ്. മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലം ഏതൊക്കെ കാര്യത്തിലാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഏതൊക്കെ കാര്യത്തിലാണ് പ്രശസ്തി നേടിയിരിക്കുന്നത് മലപ്പട്ടം? പാർട്ടിന്റെ പേരിലല്ലേ? പാർട്ടിന്റെ ഒക്കെ പേരിൽ ഭയങ്കര പേര് കേട്ടൊരു സ്ഥലമാണ് മലപ്പട്ടം. പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ? കൃഷി അവിടെ എന്താ മലപ്പട്ടത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള കൃഷി എന്താണ്? ചീര, വെള്ളരി. വീട്ടിലങ്ങനെ കൃഷിയൊക്കെ നടത്തുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, ആദ്യമുണ്ട്. ഓക്കെ. വീട്ടിലാരൊക്കെയുള്ളത്? അച്ഛൻ, അമ്മ, ചേച്ചി. ഓക്കെ. അച്ഛൻ എന്ത് ചെയ്യാ? അച്ഛൻ വാർപ്പിന്റെ പണി. പഠിക്കാനൊക്കെ മിടിക്കാണോ? കുഴപ്പമില്ലാത്ത. പേരെന്താണ്? അനുശ്രീ. ദിവസം അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണോ? പോകൂ. വീടിന്റെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണ്? ചേലേരി അമ്പലം. അയ്യപ്പ ക്ഷേത്രം അല്ല, സുബ്രഹ്മണ്യ ക്ഷേത്രം അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ ഉത്സവമൊക്കെ എങ്ങനെയാണ്? ഉത്സവം ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഉത്സവത്തിന്റെ സമയത്ത് കൂട്ടുകാരൊക്കെ വിളിച്ചോ അങ്ങോട്ടേക്ക്? വിളിക്കുന്നുണ്ട്. സത്യം പറ, വിളിച്ചോ? പോകാൻ പറ്റിയിട്ടില്ല. കലാപരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഡാൻസ് അങ്ങനത്തെ. പാട്ടില്ല. പാടും. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടും, ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി അകമേണേ. മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, ലോക്ക്ഡൌൺ സമയത്ത് പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ക്ലാസ് ഊട്ടിക്കൊണ്ട് വരക്കാൻ തുടങ്ങി. ശരി, ഞങ്ങൾ വന്ന കാര്യം പറയാവേ. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. ഇമേജ് മൊബൈൽ കിസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇമേജ് മൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു മൊബൈൽ ഷോറൂമാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിലൊക്കെ ആക്സസറീസ് ആയിക്കോട്ടെ, പാർട്സ് ആയിക്കോട്ടെ, എന്തുമാണ് നമുക്ക് ലഭിക്കുന്ന കണ്ണൂരിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽ. അവരാണ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിഫോമീസ് ആൻഡ് ബാഗ് ഇവരാണ് കോ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 3 റൗണ്ടാണ് ഈ പരിപാടിക്കുള്ളത്. ഈ 3 റൗണ്ടിൽ ചോദിക്കുന്നത് 3 ചോദ്യങ്ങളാണ്. GKയുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ. 3 റൗണ്ടിന് ഓരോ പേരുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ 4 പേരിൽ നിന്നും ഒരു മത്സരാർത്ഥി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോട് ഞാൻ ചോദ്യം ചോദിക്കാം, അറിയില്ലെങ്കിൽ അത് പാസ് ചെയ്യാം. ഇതിൽ ആരോടാണ് ഞാൻ ചോദ്യം ചോദിക്കേണ്ടത്? ആദ്യം ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്കൊരാൾ വേണം. അതിനുശേഷം ഇവർ ഭയങ്കരമായിട്ട് അടികൂടേണ്ട പരിപാടിയാണ്. എന്ത് പറയുന്നു? ആര് മത്സരിക്കണം? ദിൽന മത്സരിക്കണം. ഓക്കെ. അപ്പോൾ ദിൽന മത്സരിക്കണം എന്നാണ് നമ്മുടെ മറ്റ് 3 കൂട്ടുകാരും പറഞ്ഞിരിക്കുന്നത്. പുറകോട്ട് പോകരുത്, നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകണം. ആ ചിന്താഗതിയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിൽ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ഇതിലേക്ക് സമ്മാനമുണ്ട്. അറിയില്ലെങ്കിൽ അത് ഞാൻ പാസ് ചെയ്യാം. ആര് ഉത്തരം പറയുന്നു അവർ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകും. ഓക്കെ. ദിൽനയോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യമാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്.
ചോദ്യം ശ്രദ്ധിച്ചേട്ടോ കേട്ടോ. ഒരുപാട് ഏതാണ്ട് 100 ചാനലുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിലൊരു 1500-ലധികം പ്രോഗ്രാമുകളുണ്ട്, റിയാലിറ്റി ഷോകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത്, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ചാനൽ ആരംഭിച്ചത് വിനോദസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ഏതാണ് ആ ചാനൽ എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് പറഞ്ഞാൽ മതി. അതായത് മലയാളത്തിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണ ചാനൽ ആരംഭിച്ചത് വിനോദസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെ കുറിച്ച്? പേര് കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഈ സന്തോഷ് ജോർജ് കുളങ്ങര ആരംഭിച്ച ചാനൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഗിന്നസ് റെക്കോർഡിൽ പോലും വന്നിരിക്കുന്ന ഒരു ചാനലാണ്. അതുമാത്രമല്ല, ഒരുപാട് PSC ടെസ്റ്റിന് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത്. ഒരു പരസ്യം പോലും ഇല്ലാതെ, എപ്പോഴും ചാനലുകളുടെ ബേസ് എന്ന് പറയുന്നത് പരസ്യങ്ങളാണല്ലോ, പരസ്യം പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് ഇത്. PSCക്ക് വന്ന ചോദ്യമാണ്, എക്സാമിനൊക്കെ വന്ന ചോദ്യമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ആരംഭിച്ച ഒരു യാത്രാ വിവരണ ചാനൽ. ആ ചാനൽ കണ്ടിട്ടുണ്ടാവും എന്തായാലും. ഏതാണ് ആ ചാനൽ എന്നുള്ളതാണ് ചോദ്യം. സഫാരി TV എന്ന് പറയും. ദില്ലി എന്ത് പറയുന്നു? ദില്ലി കണ്ടിട്ടില്ല, അറിയില്ല. ചാനൽ മാറുന്ന സമയത്ത് സാധാരണ സീരിയലും ഇത് മാത്രം വെച്ചിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇത് യാത്രാ വിവരണ ചാനലാണ്. അറിയില്ല. കൂട്ടുകാരി പേരെന്നോട് പറഞ്ഞേ. അനുശ്രീ പറഞ്ഞിരിക്കുന്നത് സഫാരി TV എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മലയാളത്തിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണ ചാനൽ എന്ന വിശേഷണമുള്ള ചാനൽ അത് ആരംഭിച്ചത് ഒരു എന്താ പറയുക, വിനോദസഞ്ചാരി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ഏതാണ് ആ ചാനൽ എന്നുള്ളതാണ് ചോദ്യം. മത്സരാർത്ഥിക്ക് അതിന്റെ ശരി ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് സഫാരി TV എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഫാരി TV എന്നുള്ളത് റൈറ്റ് ആൻസർ. ഒരു കയ്യിൽ എടുത്ത് ഉഷാറായിട്ട് റൈറ്റ് ആൻസർ. അപ്പോൾ സഫാരി TV ആണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള യാത്രാ വിവരണ ചാനൽ എന്ന് പറയുന്നത്. ഒരു പരസ്യം പോലും ഇല്ലാത്തൊരു ചാനൽ. അത് ആ ചാനലിലൊക്കെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ശരി, അത് പറഞ്ഞാൽ തീരാത്ത ചാനലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു ഡിസ്കൗണ്ട് വൗച്ചറാണ്. 1-2 കാർഡ് ഉണ്ട്. നിങ്ങൾ കണ്ണൂർ പോണ സമയത്ത് പറ്റുമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ കൂട്ടുകാർക്കാർക്കും കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവിടേക്ക് പോകാൻ പറയാം. ഓക്കെ, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, അപ്പോൾ ആൾക്ക് ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം കൊടുത്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം. ഈ റൗണ്ടിന് ഈസി റൗണ്ട് എന്നാണ് ഈ റൗണ്ടിന് കൊടുത്തിരിക്കുന്ന പേര്. ഈസി റൗണ്ട് ചിലപ്പോൾ പേര് കൊണ്ട് ചിലപ്പം ഈസി ആയിരിക്കാം, പക്ഷേ ചോദിക്കുന്ന ചോദ്യം ഇതിനേക്കാളും ഒരല്പം ടഫായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ട ഒരു ചോദ്യം ഉത്തരമാണെങ്കിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടി പേര് നല്ല ഉറക്കെ പറഞ്ഞേ. അനുശ്രീ. അപ്പോൾ അനുശ്രീയാണ് മത്സരിക്കുന്നത്. അനുശ്രീയോടുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടിലെ ചോദ്യമാണ്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ടാണ്. ഈസി റൗണ്ടിലെ മത്സരാർത്ഥിയോടുള്ള ഞങ്ങളുടെ ചോദ്യം. ചോദ്യം എന്ന് പറയുന്നത്, പ്രാചീന ആയുർവേദ ഗ്രന്ഥം, ഓരോ ഗ്രന്ഥങ്ങളുണ്ട് അല്ലേ, ഇതൊരു ആയുർവേദ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേട്ടാൽ അതിന് ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റും. പ്രാചീന ആയുർവേദ ഗ്രന്ഥമായ ചാരകാ സംഹിത എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഗ്രന്ഥമാണ്. ഓക്കെ, ചാരകാ സംഹിതയിൽ ഏത് രോഗത്തെയാണ് മധുമേഹ എന്ന് പരാമർശിച്ചിട്ടുള്ളത്? ആലോചിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. പ്രാചീന ആയുർവേദ ഗ്രന്ഥം, ഇതൊരു വളരെ പഴയ ഒരു ആയുർവേദ ഗ്രന്ഥമാണ്. ചാരക സംഹിത എന്നുള്ളതാണ് ഈ ആയുർവേദ ഗ്രന്ഥത്തിൻ്റെ പേര്. ഈ ഏത് രോഗത്തെയാണ് അതിൽ മധുമേഹ എന്ന് പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. മധുമേഹ. ഈ ഒരു അവസ്ഥ നന്ന കുറഞ്ഞാലും പ്രശ്നമാണ്, ഈ അവസ്ഥ നന്ന കൂടിയാലും പ്രശ്നമാണ് ഒരു വ്യക്തിക്ക്. മധുമേഹ. മഞ്ഞപ്പിത്തം. മധുമേഹ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ട്. അല്ല, കുട്ടികൾക്ക് വരുന്നുണ്ട്. കുട്ടികൾക്ക് മഞ്ഞപ്പിത്തമല്ല, മഞ്ഞ. ഇപ്പൊ നിങ്ങൾ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് പറ അനുശ്രീ, സിമ്പിൾ അല്ലേ ഷുഗർ. മധുമേഹ ഷുഗറാണ്. കൊളസ്ട്രോൾ. ഇനി ബാക്കിയുള്ളതൊക്കെ പറയേ. ഇഷ്ടംപോലെ അസുഖം കിടക്കുന്നുണ്ട് ഒരാൾക്ക്, ഒരുപാട് കിടക്കാണ്. പ്രഷർ,
ഷുഗർ. അച്ഛൻ ഷുഗർ, വീട്ടിലവർ ഷുഗർ ഉണ്ടോ? ഇല്ല. ഇല്ല. ഇല്ല ഇല്ല ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല, അതിന്റെ വലിയ ഭാഗ്യം. കൊളസ്ട്രോൾ ആണ്. മധു എന്ന് പറയുമ്പോൾ മധു എന്ന് പറയുമ്പോൾ ഷുഗർ, മധുരം. മധുരം എന്ന് പറയുമ്പോൾ ഷുഗർ. അതായത് ഈ ഒരു മധുമേഹ എന്ന് പറയുന്നത് പ്രാചീന ആയുർവേദ ഒരു ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലെ ഒരു അസുഖമാണ്. അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കൊളസ്ട്രോൾ, പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഈ മധു എന്നുള്ളൊരു പേര് വന്നതുകൊണ്ട് ചിലപ്പോൾ ഏതാണെന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ പ്രമേഹം, ഷുഗർ എന്നൊക്കെ പറയുന്നത് റൈറ്റ് ആൻസർ. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കണ്ണൂരിലെ ഏറ്റവും വലിയ ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ്. കേട്ടിട്ടുണ്ടോ? ബാഗ് ആൻഡ് ബാഗ്. ബാഗുകൾക്ക് സ്കൂൾ ബാഗുകൾ മാത്രമല്ല, നമുക്ക് ലേഡീസ് ബാഗ്, ജെൻസ് പേഴ്സ്, അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന കണ്ണൂരിലെ ഏറ്റവും വലിയ ഒരു ഒരു ഷോറൂം. ഇതാണ് ഫോർട്ട് റോഡിലുള്ള ബാഗ് ആൻഡ് ബാഗ്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ സീസണും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ബാഗ് ആൻഡ് ബാഗിലേക്ക് പോവാം. ഇഷ്ടമുള്ള ബാഗ്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ബാഗിൻ്റെ. അപ്പോൾ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ സ്കൂൾ യൂണിഫോംസ് ആയിക്കോട്ടെ, ഇപ്പോൾ എല്ലാം ഒരു യൂണിഫോമിറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട, ഇപ്പം ബിസിനസ് അതുപോലെ തന്നെ ഷോപ്പുകൾ എല്ലാവർക്കും ഓരോ യൂണിഫോമും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ യൂണിഫോംസിൻ്റെ ഒരു വലിയൊരു ഷോറൂമാണ് യൂണിഫോമീസ് ഷോപ്പി എന്ന് പറയുന്നത്, യൂണിഫോംസ് ആൻഡ് ഹോസ്റ്ററി. ഇത് ബേബി ടവർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. യൂണിഫോമുമായി ബന്ധപ്പെട്ട് നമുക്കൊരു യൂണിഫോമിറ്റി അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ വേൾഡിൽ എവിടെയും അവിടെ നിന്ന് ഒരുപാട് ജോലിക്കാരുണ്ട്, അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് യൂണിഫോമീസ് ഷോപ്പി നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ മറ്റൊരു രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം. ഓക്കെ, ഇനി ഒറ്റൊരു ചോദ്യം കൂടി, ഒരേ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. അനുസരിച്ച് അതിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സമ്മാനമുണ്ട്. ഓക്കെ, ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ ബാഗ് ആൻഡ് ബാഗ് രണ്ടാമത് തന്ന ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം മാത്രം. ഉത്തരം തെറ്റാണെങ്കിൽ യൂണിഫോമീസ് കയ്യിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സമ്മാനങ്ങൾ കൊണ്ട് പിന്മാറാം. ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പാടില്ല. ഉത്തരം തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ വേണം കിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. അധികം ക്ലൂ ഉണ്ടാവില്ല. ഒരാളോട് മാത്രമേ ഹെൽപ്പ് ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, റെഡി? ഓക്കെ, അപ്പം അങ്ങനെ പോവാണ്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. മൂന്നാമത്തെ റൗണ്ടിലെ ചോദ്യം ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത് മലപ്പട്ടത്തിൽ നിന്നും സഫിയ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ്. ആളൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആ രീതിയിലാണ് സഫിയ. ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ ഇദ്ദേഹം ഗാന്ധിജിയുടെ കാറിൽ കയറി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊട്ട കഥ പ്രസിദ്ധമാണ്. ആലോചിച്ച് പറയാം. സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഉജ്ജീവനം എന്ന മാസിക നടത്തി. പത്രവിൽപ്പന, പാചകക്കാരൻ, വാച്ച്മാൻ, പഴക്കച്ചവടം, അക്കൗണ്ടന്റ്, ആട്ടിടയൻ തുടങ്ങി നിരവധി ജോലികൾ ചെയ്ത ആളുകൂടിയാണ് ഈ ഒരു സാഹിത്യകാരൻ. ആരാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. സഫിയ മലപ്പട്ടത്ത് നിന്ന് അയച്ചെന്ന ചോദ്യമാണ്. ആലോചിച്ച് പറയാം. ഒന്നുകൂടി ഞാൻ ചോദ്യം പറയാം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ ഇദ്ദേഹം ഗാന്ധിജിയുടെ കാറിൽ കയറി അദ്ദേഹത്തിൻ്റെ കൈ തൊട്ടു എന്ന് പറയുന്ന കഥ വളരെ പ്രസിദ്ധമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഉജ്ജീവനം എന്ന മാസിക ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. പത്രവിൽപ്പന, പാചകക്കാരൻ, വാച്ച്മാൻ, പഴക്കച്ചവടം, അക്കൗണ്ടന്റ്, ആട്ടിടയൻ തുടങ്ങിയ നിരവധി ജോലികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഏതാണ് ഈ സാഹിത്യകാരൻ എന്നുള്ളത്? വൈക്കം മുഹമ്മദ് ബഷീർ. ഇദ്ദേഹമാണ് ഈ ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കാറിൽ കയറിയിട്ട് കൈ തൊട്ടു. അതൊരു പുതിയ അറിവാണോ? കൈ തൊട്ടു അറിയത്തില്ല. അക്കൗണ്ടന്റ്, ആട്ടിടയൻ, വാച്ച്മാൻ, ഈ രീതിയിലൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ ജോലി ചെയ്തിട്ടുണ്ടോ? അതും അറിയത്തില്ല. സാഹിത്യകാരൻ, അതാണ് അറിയാം. വെറുതെ ഒരു ഡൗട്ടിൽ അങ്ങനെ പറഞ്ഞാണ്. ആള് പറഞ്ഞിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയ സമയത്ത് ഇദ്ദേഹം ഗാന്ധിജി സഞ്ചരിച്ചിരുന്ന കാറിൽ കയറുകയും ഗാന്ധിജിയുടെ കയ്യിൽ തൊട്ടു എന്ന് പറയുന്ന ഒരു കഥ വളരെ പ്രസിദ്ധമാണ്.
പല ജോലികൾ പല ജോലികളിലൂടെ ഇദ്ദേഹം മുന്നോട്ട് യാത്ര ചെയ്ത് ഒരുപാട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് നിന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. ആരാണെന്നുള്ളതാണ് ചോദ്യം. സഫിയ മലപ്പട്ടത്ത് നിന്ന് അയച്ചെന്ന ഒരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്, ബെസ്റ്റ് ചോദ്യം അല്ലേ? നല്ല ചോദ്യമല്ലേ? അടിപൊളി ചോദ്യമാണ്. അപ്പോൾ മലപ്പട്ടം എവിടെ സ്ഥലം പറഞ്ഞു? മലപ്പട്ടം. ഓക്കെ. സഫിയെ പരിചയമുണ്ടോ? പോയി കാണണം കേട്ടോ. അറിയാം, പോയി കാണണം കേട്ടോ. ശരി, ആള് പറഞ്ഞിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനമാണ് ബാഗ് ആൻഡ് ബാഗ്. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ് കണ്ണൂരിലെ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം. ഓക്കെ, ഇതിനു മുമ്പ് ഇത്രയും സമ്മാനങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ കയറിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് അനുഭവമാണല്ലോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഓർമ്മിച്ച് വെക്കുമല്ലോ. വീട്ടിൽ പോയിട്ട് എന്ത് പറയും? ഇതൊക്കെ വീട്ടിൽ കൊടുത്ത ശേഷം എന്ത് പറയും? ആദ്യമായിട്ട് ഇങ്ങനെയെല്ലാം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഈ ഒരു കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് നേടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നേടാം. പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ പുറകോട്ട് പോകും. വീട്ടിൻ്റെ അടിയിൽ പൊളിച്ചിരിക്കേണ്ടി വരും ജീവിതാവസാനം. മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീമിലേക്ക് പോകാം. പേരെന്താണ്? പ്രജിന. സുഖമായിരിക്കുന്നു? എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് പ്രജിന? വായിക്കും. എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കാറ്? നോവൽസൊക്കെ വായിക്കാറ്. എഴുത്തുണ്ടോ അത്യാവശ്യം? എഴുതിയിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ? ചെറിയ അങ്ങനെ ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാണ്? കരിങ്കൽക്കുഴി. അടുത്തന്നെ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡും 2 മക്കളും. പേരെന്താണ്? ദില്ല. എവിടെയാണ്? സുഖമായിരിക്കുന്നു. ഓക്കെ, ഭയങ്കര പേരായിട്ടുള്ള ഒരു സ്ഥലമല്ലേ? നേരത്തെ നമ്മളെ ഒരു കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു, കുറ്റാട്ടൂർ രാഷ്ട്രീയത്തിലൊക്കെ ഭയങ്കര പേരായിട്ട സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. മാമ്പഴത്തിലൊക്കെ. ഇവിടെ എന്താണ് പഠനം? എന്താണ് പഠനം? ഡിഗ്രി. ഓക്കെ, ശരി. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? നന്നായിട്ട് പോകണം. നല്ല സൗഹൃദങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? നല്ല മാഷൊക്കെ അല്ലേ? അടിപൊളിയല്ലേ? പേരെന്താണ്? ഗ്രീഷ്മ. നീഷ്മ. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? നീനൊന്ന് വിളിക്കും? എവിടെ സ്ഥലം എവിടെയാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മ. പേരെന്താണ്? അനഘ. എവിടെ സ്ഥലം? ഇവിടെ ദൂരത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ പഠനവുമായി ബന്ധപ്പെട്ട്? കണ്ണൂരിനുള്ളിൽ തന്നെ. ഈ വിദ്യാലയത്തെ കുറിച്ച്, ഈ ഒരു കോളേജിനെ കുറിച്ച് അടിപൊളിയാണ്. നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ പേര് ഇമേജ് മൊബൈൽ കിസ് എന്നാണ്. 3 റൗണ്ടാണ്. 3 റൗണ്ടിൽ 3 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ജി കെ ആണ്. ജി കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ചോദ്യങ്ങളല്ല, സിമ്പിളായിട്ടുള്ള 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. പക്ഷേ ഇതിലൊരു മത്സരാർത്ഥി വേണം എനിക്ക്. ആളോട് ഞാൻ ചോദിക്കാം, അറിയില്ലെങ്കിൽ ഞാൻ പാസ് ചെയ്യാം. ഫസ്റ്റ് ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ഒരാൾ വേണം. ആരാണ്? എന്താ പ്രജിയേച്ചി എന്നുള്ളത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെ കൂട്ടത്തിലൊരു ലീഡറിനെ പോലെ എല്ലാവരും മുൻഗണന കൂടുതൽ കൊടുക്കുന്നത് പ്രജിയേച്ചിക്കാണ്. എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരുന്നതും പ്രജിയേച്ചി തന്നെയാണ് അല്ലേ? ശരി. ഓക്കെ, മുന്നോട്ട് വരൂ. അപ്പോൾ പ്രജിയേച്ചി റെഡിയാണോ? ഓക്കെ, ശരി. അപ്പോൾ പ്രജിയാണ് ഇതിൽ മത്സരിക്കുന്നത്. പ്രജിയോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. അറിയില്ലെങ്കിൽ നമുക്കത് പാസ് ചെയ്യാം, അറിയാമെങ്കിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. സിമ്പിൾ ചോദ്യമാണ്. ഒരു ഉത്തരേ പറയാൻ പാടുള്ളൂ. ആലോചിച്ച് പറയണം. ഓക്കെ, 1880 കാലഘട്ടം. നമുക്ക് ഈ ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊതുവെ. പക്ഷേ ചില വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കും. ചില വർഷം നമ്മളെ അത് ബർത്ത്ഡേ ആയിക്കോട്ടെ, മറ്റുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടന്ന ഒരു വർഷമായിക്കോട്ടെ. ഈ വർഷവും പൊതുവെ ചരിത്രത്തിലൊക്കെ ഇടം പിടിച്ച ഒരു വർഷമാണ്. 1880 മാമ്പള്ളി ബാപ്പു എന്ന വ്യക്തി ആരംഭിച്ച മാമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയാണ് കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആയിട്ട് അറിയപ്പെടുന്നത്. എവിടെയാണ് ഇത് സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത്? രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തിൽ വളരെ പേര് കേട്ടിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ സംഭാവന ചെയ്ത ഒരു സ്ഥലം, സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. ക്രിക്കറ്റിന് പേര് കേട്ട സ്ഥലം, സർക്കസിന് പേര് കേട്ട സ്ഥലം, കേക്കിന് പേര് കേട്ട സ്ഥലം. അതാണ് 3C എന്ന് പറയുന്നത്. കല്യാശ്ശേരി. അടി. കല്യാശ്ശേരി അടിപൊളി സ്ഥലമാണ്. സഖാവിന്റെ നയനാറിന്റെ ഒക്കെ സ്ഥലമാണ്. പക്ഷേ ഇതല്ല കേട്ടോ. തലശ്ശേരി. എന്തോ ശരിയാണെന്നറിയാം അല്ലേ? ആദ്യത്തെ
ബേക്കറി ആരംഭിച്ചിരിക്കുന്നത് ആള് പറഞ്ഞിരിക്കുന്ന തലശ്ശേരി 1880 കാലത്തിൽ ആരംഭിച്ചിരിക്കുന്ന തലശ്ശേരി 3 സ്ത്രീകളുടെ നാടെന്നറിയപ്പെടുന്ന ക്രിക്കറ്റ്, സർക്കസ്, കേക്ക്. ഇതാണ് 3 സ്ത്രീകളുടെ നാടെന്നറിയപ്പെടുന്ന തലശ്ശേരി എന്നുള്ളത്. റൈറ്റ് ആൻസർ. ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. റൈറ്റ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന വൗച്ചറാണ്. ആരെങ്കിലും പോണ സമയത്ത് ഈ 2 കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കാം. ഓക്കെ, ഇമേജ് കണ്ണൂർ കാൾടെക്സിലാണ് ഇമേജ് മൊബൈൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ടാണ്. ഈസി റൗണ്ട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം, അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ചോദ്യം, നമ്മൾ ഈ പഠന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും SSLC ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് വനിതകളെ കുറിച്ച് നമുക്ക് ഒരുപാട് പേര് കേട്ടുള്ള വനിതകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വനിതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ജ്വലിക്കുന്ന ഒരു അധ്യായമാണ് ഈ വനിത. രാജഗംഗാധർ റാവുവിൻ്റെ പത്നിയും ദാമോദർ റാവുവിൻ്റെ മാതാവുമായ ഇവർ 1858 കൊല്ലപ്പെടുമ്പോൾ വെറും 23 വയസ്സ് മാത്രമാണ് ഉണ്ടായത്. ആരാണ് ഇന്ത്യ ചരിത്രത്തിലെ ജ്വലിക്കുന്ന വനിത എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര നമ്മുടെ പെൺകുട്ടികൾക്ക് ഭയങ്കര ആവേശമായിട്ടുള്ള ഒരു കഥാപാത്രം സ്ത്രീയാണ്. ഇന്ത്യ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു അധ്യായമാണ് ഈ വനിത. ഓക്കെ, രാജഗംഗാധർ റാവുവിൻ്റെ പത്നി, ദാമോദർ റാവുവിൻ്റെ മാതാവ്. ഇവർ 1858 കൊല്ലപ്പെടുമ്പോൾ വെറും 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അറിയോ? ഇല്ല. ആലോചിച്ച് പറഞ്ഞ ഇവർ 3 പേർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഈ ഒരു വനിതയെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ വനിതയുടെ ഈ ഫോട്ടോ അന്ന് എനിക്കൊന്ന് ഹിസ്റ്ററി പഠിക്കണ സമയത്തൊക്കെ എപ്പോഴും ഈ കുതിരപ്പുറത്തൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. റാണി ലക്ഷ്മിബായി എന്ന് പറയും. റാണി ലക്ഷ്മിബായി എന്ന് പറഞ്ഞാൽ ഝാൻസി റാണി എന്ന് പറയും. ആള് പറഞ്ഞിരിക്കുന്നത് റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിത എന്ന വിശേഷണമുള്ള വനിത ആര് എന്നുള്ളതാണ് ചോദ്യം. ആള് പറഞ്ഞിരിക്കുന്ന റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി എന്നുള്ളത് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഫോർട്ട് റോഡിലുള്ള ഒരു ഷോറൂമാണ്. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ്, വലിയ ഷോറൂമാണ്. ഒരുപാട് വെറൈറ്റി ബാഗുകൾ, ലേഡീസ് ബാഗ് ആയിക്കോട്ടെ, ജെൻസ് ബാഗ് ആയിക്കോട്ടെ, ട്രാവലിംഗ് ബാഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. രണ്ടാമത്തെ റൗണ്ടിലെ മറ്റൊരു സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് യൂണിഫോമിസ്റ്റ് ഷോപ്പ്. അതായത് നമുക്കിപ്പോൾ സ്കൂൾ യൂണിഫോംസ് ആയിക്കോട്ടെ, ബിസിനസ് അല്ലെങ്കിൽ ഷോപ്പിലെ യൂണിഫോമുകളൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ഒരു റാബി ടവറിലെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് യൂണിഫോമി ഷോപ്പി. ഒരുപാട് പേര് ജോലി ചെയ്യുന്ന, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു യൂണിഫോമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ പോയാൽ മതി, അളവ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെറിയ ദിവസത്തിനുള്ളിൽ യൂണിഫോമൊക്കെ തയ്ച്ചു തരും. ഓക്കെ, യൂണിഫോമീസ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഇനി ഒറ്റൊരു റൗണ്ടിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ടിൽ ഒരു ചോദ്യം ഞാൻ പ്രജിയോട് ചോദിച്ചിട്ട് പ്രജി റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു ബമ്പർ സമ്മാനമുണ്ട്. ഉത്തരം പറയുകയാണെങ്കിൽ, ഉത്തരം പറയുന്ന തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 സമ്മാനം കൊണ്ട്, ഈ 3 സമ്മാനങ്ങൾ കൊണ്ട് പ്രജിക്ക് ക്ലാസ്സിലേക്ക് പോവാം. ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പറ്റത്തില്ല. ഒരേ ഒരു ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ. 3 റൗണ്ടിൽ നിന്നും ഒരാളോട് ഹെൽപ്പ് ചോദിക്കാം. പ്രജി പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാം. അതൊക്കെ പ്രജിയുടെ ഇഷ്ടം. ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ സമ്മാനം തിരിച്ചു വാങ്ങിക്കും. കണ്ടിന്യൂ ചെയ്യാം. ഇതിലാരെയാണ് കൂടുതൽ വിശ്വാസം? എല്ലാവരും വിശ്വാസം. ഓക്കെ, അപ്പോൾ എന്തായാലും ഭയങ്കര വിശ്വാസമാണ് 3 പേരെയും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ആൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുന്നത്. തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത് തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നിവേദിത എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ്. +2 സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. നിവേദിത ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ അയച്ചുതരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേട്ടോ. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് അസെറ്റാമിൻ ഓഫൻ എന്നാണ് അറിയപ്പെടുന്നത്. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിൽ അസെറ്റാമിൻ ഓഫൻ എന്നാണ് അറിയപ്പെടുന്നത്. ചില പ്രദേശങ്ങളിൽ പാമ്പുകളെ അകറ്റി നിർത്താനായി ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നു. ചില പ്രദേശങ്ങളിൽ പാമ്പുകളൊക്കെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്.
അമേരിക്കയിൽ ടൈലിനോൾ എന്ന ബ്രാൻഡാണ് ഏറ്റവും പ്രശസ്തം. ഏതാണ് ഈ മരുന്ന്? ഇന്നും മലയാളികൾക്കിടയിൽ വളരെ പരിചയമുള്ള ഒരു ടാബ്ലറ്റാണ് ഇത്. ആലോചിച്ച് പറയണം. നിവേദിത തലിശ്ശേരിയിൽ നിന്ന് അയച്ച ചോദ്യമാണ്. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് അസെറ്റാമിനോഫൻ എന്നാണ് അറിയപ്പെടുന്നത്. ചില പ്രദേശങ്ങളിൽ പാമ്പുകളെ അകറ്റി നിർത്താനായി ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നു. അമേരിക്കയിൽ ടൈലിനോൾ എന്ന ബ്രാൻഡാണ് ഏറ്റവും പ്രശസ്തം. ഏതാണ് ഈ മരുന്ന്? ഇന്നും മലയാളികൾക്കിടയിൽ ഏറ്റവും അല്ലെങ്കിൽ വളരെ സജീവമായിട്ടുള്ള ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റ് ആണ് ഇത് എന്നുള്ളതാണ് ചോദ്യം. നിവേദിത തലിശ്ശേരി. ഒറ്റ ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ. ഏതാണ് ഈ മരുന്ന് എന്നുള്ളതാണ് ചോദ്യം. പാമ്പുകളൊക്കെ അകറ്റി നിർത്തുന്ന ടാബ്ലറ്റ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ആലോചിച്ച് നോക്ക്. അറിയാമെങ്കിൽ പറയില്ലെങ്കിൽ ഒരു വലിയ ഹെൽപ്പ് ചോദിക്കാം. പറഞ്ഞാലോ? എന്തായിരുന്നു? പാരസെറ്റമോൾ ആണോ? പാരസെറ്റമോൾ. ഒരാൾ പറഞ്ഞിരിക്കുന്നത് പാരസെറ്റമോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിവേദിത തലശ്ശേരിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഭയങ്കര രസമുള്ള നല്ല ചോദ്യം അല്ലേ? ഈ പാമ്പുകളൊക്കെ അകറ്റി നിർത്തുന്ന ഒരു മരുന്ന് കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് അസെറ്റാമിനോഫൻ എന്നറിയപ്പെടുന്ന മരുന്ന്. അമേരിക്ക ടൈലിനോൾ എന്ന ബ്രാൻഡ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ആൾ പറഞ്ഞിരിക്കുന്ന പാരസെറ്റമോൾ. നിവേദിത തലശ്ശേരി അയച്ചെന്ന ചോദ്യം നല്ല ചോദ്യം, മനോഹരമായുള്ള ചോദ്യം. ആളെ പറഞ്ഞിരിക്കുന്ന പാരസെറ്റമോൾ എന്നുള്ളത് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. നിവേദിത ഈ ഇങ്ങനെ ഉത്തരം പറഞ്ഞ് സമ്മാനം കൊടുക്കുന്ന കാണുമ്പോൾ വിഷമിക്കണ്ട. കാരണം നല്ല ചോദ്യമാണ് അല്ലേ? സൂപ്പർ ചോദ്യമല്ലേ? അടിപൊളി ചോദ്യമാണ്. ഇനിയും നല്ല ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ്. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന മൂന്നാമത്തെ റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇന്ന് ആരെയാ കണിയണ്ടേ? അതെ, ഇന്ന് പ്രതീക്ഷിക്കാണ്ട് നമുക്കിവിടെ വരാൻ വേണ്ടി പറ്റിയത് നമ്മുടെ സെൻഡ് ഓഫും കൂടിയായിരുന്നു. അപ്പോൾ സന്തോഷം. സന്തോഷം. അടിച്ചു വിളിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്നും ഓർമ്മകളാണ്. അതിനേക്കാളും വലിയ ഓർമ്മകളാണ് ക്ലാസ് റൂമിന് തൊട്ട് വെളിയിലുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റഡി എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ക്ലാസ്സിൻ്റെ ഉള്ളിലിരുന്നതിനേക്കാൾ കൂടുതൽ ക്ലാസ്സിൻ്റെ വെളിയിലിരുന്നിട്ട് ക്ലാസ്സിലേക്ക് നോക്കുന്ന കുട്ടികളൊരു നോട്ടമുണ്ട്. കാരണം പഠിക്കുവാൻ ചിലപ്പോൾ മോശമായിരിക്കും, ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ടാവില്ല, എക്സാമിലൊക്കെ തോറ്റുപോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ക്ലാസ്സിന് വെളിയിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ക്ലാസ് റൂമിലേക്ക് നോക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞ് ക്ലാസ്സിന് വെളിയിലുണ്ടാക്കിയ ഒരു കാലഘട്ടം. പക്ഷേ അന്ന് നമുക്കൊരു ഭയങ്കര വേദനയൊക്കെ തോന്നുമെങ്കിലും കാലഘട്ടം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് അതേ വിദ്യാലയത്തിൽ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു വിദ്യാലയത്തിൽ കൂടുതലും വെളിയിലായിരുന്നു നിന്നത് എന്ന് ഓർത്ത് ആ ഒരു കാലഘട്ടത്തെ അയവർക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു നിമിഷം. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇത്രത്തോളം സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ശരി, ഇപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇമേജ് മൊബൈൽ കിസ് പവേർഡ് ബൈ യൂണിഫോം ആൻഡ് ബാഗ് ആൻഡ് ബാഗ്. നല്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ അയച്ചിരുന്ന ചോദ്യങ്ങൾ മത്സരാർത്ഥികളോട് ചോദിക്കും. ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദ്യം അയച്ചു തന്ന വ്യക്തിക്കുള്ളതായിരിക്കും സമ്മാനം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ്. കുറേ മത്സരാർത്ഥികൾ ഇനിയുണ്ട്. അവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.